ഇഷ്ടമായി കുപ്പിയല്ലേ അങ്ങനെയൊന്നുമില്ല. എതിരെ നിൽക്കുന്ന ആളെ അടിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ ശരി അടിച്ചതില്ല, അങ്ങനെ തോന്നി. തീർച്ചയായും ഇത് ഞാൻ പറയുന്ന എല്ലാവരും കാണണമെന്നാണ്. കാരണം ഈ വർഷം ഇപ്പോൾ വന്നേക്കുന്ന എനിക്ക് തോന്നുന്നു 2-3 പടത്തിനകത്ത് ഇതുവരെ ഹിറ്റ് അടിച്ചിട്ടുള്ളൂ. ഈ വർഷം ഇപ്പോൾ ഫെബ്രുവരി, ഈ 2 മാസത്തിനകത്ത് എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഇത് തന്നെയാണ്. ഇത് സൂപ്പർ സിനിമയാണ്, നല്ല സിനിമയാണ്. ചാക്കോച്ചൻ തകർത്തു. ഒരു വളരെ വ്യത്യസ്തമായ സിനിമ, വളരെ വ്യത്യസ്തമായ സിനിമ, ഫാമിലി ഇമോഷണൽ സിനിമ, നല്ല സിനിമ, നല്ല ക്ലൈമാക്സ്, ഒരു രക്ഷയില്ല. വില്ലന്മാരെ തകർത്തു, അടിപൊളി ക്ലൈമാക്സ്, അടിപൊളിയായിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ പോലീസ് ക്യാരക്ടേഴ്സിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഇതാണ്. ഇതുവരെ പുള്ളി ചെയ്തേക്കുന്ന പോലീസ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് ഇതാണ്. പടത്തിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസുമാണ് എടുത്തു പറയേണ്ടത്. തുടങ്ങുന്ന മൊമെൻ്റ് തൊട്ട് അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. നല്ല അടിപൊളി സിനിമയാണ്, ഒരു മസ്റ്റ് വാച്ച് പടമാണ്, നല്ല പടം. പലരും പറഞ്ഞു തിയേറ്ററിലൊക്കെ ഇരുന്ന് വില്ലന്മാരെ അടിക്കാൻ തോന്നി. ശരിയാണ്. നമുക്ക് അവരുടെ ആ ഒരു ഓരോ ആക്ടിവിറ്റീസ് കാണുമ്പോൾ യുവന്മാരെ നമുക്കും കയറി അടിക്കാൻ തോന്നും, അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്. ആ ഒരു സൈഡ് വില്ലന്മാരൊരു 4-5 പേരുണ്ട്, അവരുടെ പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ഇതിൽ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആളാണ് ഞെട്ടിച്ചത്. കാരണം ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുമെന്ന് തോന്നിയിട്ടില്ല. കാരണം പുള്ളിയിലെ നമ്മളൊക്കെ ഒരു ഇമേജ് ഉണ്ടല്ലോ, പുള്ളി ഒരു ചോക്ലേറ്റ് ഹീറോ അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈപ്പ് ക്യാരക്ടേഴ്സാണ് ചെയ്തേക്കുന്നത് പുള്ളി പൊതുവേ. അപ്പോൾ പുള്ളി ചെയ്തേക്കുന്നത് ഒരു എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് തോന്നി. ഹെവിയാണ്, നല്ല പടം, കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെ, തീർച്ചയായും തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണ്. നായാട്ട് വേറൊരു ജോണറാണ്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ എന്ന നടനെ നായാട്ടിൽ നമ്മൾ കണ്ടൊരു ഇതില്ലേ പെർഫോമൻസ്, അതിനേക്കാളും ഇതിൽ ഹെവിയാണ്. അതിൽ പുള്ളിക്ക് എന്ത് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു അതിനേക്കാൾ കുറേ കൂടെ പുള്ളിക്ക് അതിനേക്കാളൊക്കെ ഒരുപാട് ഇതിൽ പെർഫോം ചെയ്യാനുണ്ട്. പടം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം നായാട്ട് വേറൊരു പാറ്റേൺ ആണ്, ഇത് എൻ്റെ ഡിഫറൻ്റ് ആണ്. പക്ഷേ കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ നായാട്ടിലും ഒക്കെ നമ്മൾ കണ്ടതിനേക്കാളും കുറേ കൂടെ ഹെവിയാണ് ഇത്. പോലീസ് ക്യാരക്ടേഴ്സ് പുള്ളി ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് പുള്ളിയുടെ ഈ പെർഫോമൻസ് തന്നെയാണ്. നല്ലതാണ്. ഇതുവരെയും കാണാത്തതിന് വ്യത്യസ്തമായിട്ട് നല്ല പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ ഓഫീസർമാരായ ഇങ്ങനെ ഇരിക്കണം. എല്ലാവരും കൊള്ളാം. അത് ഇതുവരെയും കാണാത്ത അവരും നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാ അവർ. നമുക്ക് പക്ഷേ ഇഷ്ടപ്പെടൂലെങ്കിലും അവരെ ഈ മയക്കുമരുന്നിൻ്റെ ആയതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ അവർ ആ അഭിനയം നന്നായിരുന്നു. എല്ലാവരും നന്നായിരുന്നു. കാണുന്ന കാര്യം ഇത് പക്ഷേ എങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള ഓഫീസർമാർ ഈ ഒരു കാര്യം നിർത്തണം. ഇനിയുള്ള കുട്ടികൾക്ക് അത് നല്ലതാണ്. ഇതുപോലെ ഓഫീസർമാരെല്ലാം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല കാര്യം. നന്നായിട്ട് വരണം. അതെ, ഇനിയുള്ള കുട്ടികളെല്ലാം നന്നായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെയുള്ള ഓഫീസർമാർ നല്ലവണ്ണം അതിന് ശ്രമിച്ചാൽ നന്നായി വരും. മോമെന്റ്സ് എപ്പോഴും ക്രിയേറ്റ് ആവുന്നതല്ലേ, ഇതിൽ ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവും. എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു കംബാക്ക്, അതേ പറഞ്ഞ അത്രേ ഉള്ളൂ. പിന്നെ ത്രില്ലിംഗ് ആണ്, പിന്നെ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുകയാണ്. ഫുള്ള് നമ്മൾ ഈ ചൈൽഡ് അബ്യൂസിനെ കുറിച്ചും ഡ്രഗ്സിനെ കുറിച്ചും ഫാമിലി ഓഡിയൻസ് എന്തായാലും കാണേണ്ട സിനിമയാണ്. ത്രില്ലറാണ്, നമുക്ക് സിനിമയിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നില്ല, അത്രയ്ക്കുള്ള സിനിമയാണ്. പടമായിരുന്നു. പിന്നെ നല്ല ത്രില്ലറും എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു പടമാണ്. പിന്നെ ചാക്കോച്ചന് 2025 തന്നെ കംബാക്ക് നല്ല പടമായിരുന്നു. പിന്നെ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കിങ്, ക്യാമറ ഡയറക്ഷൻ അങ്ങനെയൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ കൊള്ളാം. ആക്ഷനൊക്കെ നല്ല ക്ലൈമാക്സിൽ നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, നല്ല കിടിലൻ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ ഒരു മിഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പറാണ്, കൊള്ളാം. വില്ലന്മാരൊക്കെ ഒപ്പവും അവരെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളി സിനിമ. അവസാന ഭാഗമാണെങ്കിൽ അടിപൊളിയായിരുന്നു, നല്ല സിനിമ. ഒരു പ്രതികാരത്തിന്റെ ഒരു ഇതായിരുന്നു. അടിപൊളി സിനിമ, അടിപൊളി. ഇഷ്ടമാണ്. നന്നായിട്ടുണ്ട്, നല്ല പിക്ചർ, നന്നായിരുന്നു. അല്ല, ഇതിപ്പോൾ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരും മറ്റുള്ളവരും ഒക്കെ കാണുന്നത് തന്നെയാണ് നല്ലത്. യുവാക്കളും പ്രത്യേകിച്ച് യുവതികളും കാണുന്നതാണ് നല്ലത്. അവരെ വഴിതെറ്റിക്കുന്ന രീതിയും അതിൻ്റെ ചരസ്വതും നല്ല പടം, നന്നായിരുന്നു. ചാക്കോച്ചൻ നല്ല അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. പക്ഷെ അത് മറ്റ് കൂടുതൽ യുവതിയുവാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാണണം. കോളേജുകളിലും അതുപോലെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെയും തീർച്ചയായും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പിള്ളേരായാലും വഴിതെറ്റി അങ്ങും ഇങ്ങുമൊക്കെ എവിടെയൊന്നൊന്നുമില്ല, ഏത് രീതിക്ക് രക്ഷാകർത്താക്കളുടെ കയ്യിലെന്നങ്ങ് പറന്നു പോവുകയാണ്. അവരെ ഇതിൽ പെട്ടുപോവുകയാണ്, അതവർ കണ്ടിരിക്കണം. അത് പറയാൻ പറ്റില്ല. സമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് വലിയ ഇതൊന്നുമില്ല. എല്ലാം
തത്സമയം ജീവിക്കുക. നാളത്തേക്ക് ഭാവി എന്നുള്ളത് വിദ്യാഭ്യാസം ഒന്നും നോക്കുന്നില്ല. തൽക്കാലം ആസ്വദിച്ചങ്ങ് ജീവിക്കുക. ഇതാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ കയ്യിലുള്ളത്. അതാണ് വഴിതെറ്റ് പോകാൻ കാരണം. പിന്നെ വരുന്നത് അവർ നോക്കുന്നില്ല. പോയിട്ട് പണ്ടൊക്കെ അവരുടെ ചാരിത്രം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ ചാരിത്രത്തിലൊന്നും പിള്ളേർക്ക് വിശ്വാസമില്ല. അതൊരു തമാശ പോലെയാണ്. ഇപ്പോൾ അതിലൊന്നുമില്ല. അതിന് മറ്റുള്ളവർ തന്നെ ഇപ്പോൾ പറയുന്ന വെള്ളിരാജ്യത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിർബന്ധം ധരിക്കാതെ നോക്കണമെന്നുള്ള മാത്രമാണ്. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്നത് അങ്ങ് ആസ്വദിക്കാൻ വേണ്ടി അതിലും കൂടെ ലഹരി കൂടെ ആകുമ്പോൾ ഇവരങ്ങ് അതിൽ പെട്ടുപോകുന്നു. കുഴപ്പമില്ല, ആവറേജ്. അത് കൊള്ളാം. ഫസ്റ്റിലാണ് നന്നായിരിക്കുന്നത്. ഫസ്റ്റ് പിന്നെ സ്റ്റണ്ടിന് കുറേ പ്രാധാന്യം. നല്ല പടമാണ് നന്നായിരിക്കും. കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഡ്രഗ്സിൻ്റെ ഒരു ഉപയോഗം അത് നന്നായിട്ട് അവർ എനിക്ക് പറയുന്നത് കുട്ടികൾ കണ്ടിരിക്കണം ഇതൊന്നും തോന്നുന്നു. വലിയ വയലൻസ് ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കഥ. സൂപ്പറായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷനിലെ എല്ലാവരും കാണാനുള്ള നല്ലൊരു സിനിമയാണ്. അതെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട മൂവി തന്നെ കേട്ടോ. എല്ലാവർക്കും, എല്ലാ ജനറേഷനും കാണുന്നത്. അതെ വില്ലനൊക്കെ ഇപ്പോൾ പുതിയതായിട്ടായിരുന്നു ഈ ഒരു വില്ലൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാളും. നല്ല രസം ഉണ്ടായിരുന്നു. നല്ല പടം. ചാക്കോച്ചൻ നല്ലതായിരുന്നു. കൊള്ളാം. കുഴപ്പമില്ല. നല്ല പടം. നല്ല മൂവിയായിരുന്നു. പൊളിച്ച്. ഈ വർഷത്തെ ചാക്കോച്ചൻ്റെ സിനിമ കൊള്ളാം. നന്നായിട്ടുണ്ട്. കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ്. കൊള്ളാം. നന്നായിട്ടുണ്ട്. എല്ലാം കണക്റ്റഡ് ആവുന്നുണ്ട്. നമുക്ക് അത് ഒരു ഫാമിലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു കുറ്റാന്വേഷണമാണെങ്കിൽ അതിനൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നന്നായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. കൊള്ളാം. അതെ നല്ല ഗംഭീരം. എല്ലാവരും നല്ല രസം. ഇത്രയ്ക്ക് വലിയ ഇതില്ല, എന്നാലും കൊള്ളാം. പണിയിലെ ഒരു ഇതുണ്ട്. റിവഞ്ചാണ്. കൊള്ളാം. നല്ല പടം. വളരെ മികച്ച ഒരു ഫിലിമാണ്. നമ്മൾ ഈ റൈറ്ററിൻ്റെ മുമ്പുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ഫിലിം കാണാൻ വേണ്ടി വന്നത്. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഇപ്പം നമുക്ക് അറിയാവുന്ന സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഡ്രഗ് ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ അത് വളരെ മികച്ച സ്റ്റോറി ലൈനുമാണ്. ഇപ്പം കുഞ്ചാക്കോ ബോബൻ്റെയൊക്കെ ആക്ടിങ് മാരക ആക്ടിങ് ആണ്. അതെ, പുള്ളിയുടെ ബോഡി ലാംഗ്വേജും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. പക്ഷേ എമോഷണലി നല്ലപോലെ കണക്റ്റ് ആവുന്ന ഒരു മൂവിയാണ് ആക്ച്വലി. അതായത് സീൻസൊക്കെ വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആയിക്കോട്ടെ അത് നല്ല രീതിയിൽ എൻ്റെ പിക്ചറേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. സ്റ്റോറി നടക്കുന്ന കുറച്ച് ബാംഗ്ലൂരും കുറച്ച് അങ്ങനെ പല ഇതായിട്ടാണ്. പക്ഷേ ആ പോർഷനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ജഗദീഷ് ഉണ്ടായാലും എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പ്രിയാമണി ഒരു മികച്ച ഒരു തിരക്കഥയും അതിനൊത്തമുള്ളൊരു പെർഫോമൻസ് ആണ് എൻ്റെ ഒരു. അതിൽ ആ ഒരു ഗ്യാങ്ങിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു റോളിന് പറ്റിയ രീതിയിലുള്ളൊരു എന്താണ് വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മൊത്തത്തിലൊരു കെട്ടുറപ്പെന്ന് വെച്ചാൽ എൻ്റെ തിരക്കഥയാണ്. നമുക്ക് ഫാമിലി ഒരു എമോഷണൽ എല്ലാമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ഫിലിമാണ്. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയാണ്. ഈ പറഞ്ഞ വില്ലന്മാരുടെ ആയിക്കോട്ടെ, സപ്പോർട്ടിങ് കാസ്റ്റ് ആയിക്കോട്ടെ, മൊത്തത്തിലൊരു എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്റ്റോറി ആയിരിക്കും.